5 വർഷമായി കേരളം ചർച്ച ചെയ്യുകയാണ് ജസ്ന മരിയ ജെയിംസ് എന്ന പെൺകുട്ടിയെക്കുറിച്ച്. കൃത്യമായി പറഞ്ഞാൽ 2019 മാർച്ച് 23 മുതൽ കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ജസ്ന. മുണ്ടക്കയത്തുള്ള ബന്ധുവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജസ്നയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഫോൺ പോലും എടുക്കാതെയായിരുന്നു ജസ്ന പോയത്. വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും കണ്ടെത്തിയില്ല. അങ്ങനെ അത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത അത്യപൂർവ തിരോധാന കേസായി. അന്വേഷണത്തിന്റെ ഭാഗമായി 2 ലക്ഷത്തോളം ഫോൺ നമ്പറുകൾ ശേഖരിച്ചു. 4000 നമ്പറുകൾ സൂക്ഷ്മ പരിശോധന നടത്തി. കുടകിലും ബംഗളൂരുവിലും ചെന്നൈയിലും അരിച്ചുപറക്കി. വനപ്രദേശങ്ങളിലും ജസ്നയ്ക്കായി തിരഞ്ഞു. തുമ്പൊന്നും കിട്ടിയില്ല. പിതാവ് ജെയിംസ് അടക്കം അടുത്ത ബന്ധുക്കളെ പലവട്ടം അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ആൺ സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല. പല കോണുകളിൽ നിന്നും ജസ്നയെ കണ്ടുവെന്ന സന്ദേശങ്ങൾ വന്നു. പോലീസും അന്വേഷണ സംഘവും അരിച്ചുപറക്കിയിട്ടും ജസ്ന കാണാമറയത്ത് തന്നെയായിരുന്നു. ജസ്നയെ കണ്ടെത്താൻ 5 ലക്ഷം രൂപ പാരിതോഷികം വരെ പ്രഖ്യാപിച്ചു. ഒരു തുമ്പും കിട്ടിയില്ല. ജസ്നയുടെ സഹോദരൻ ജെയ്സ് ജോണും KSU സംസ്ഥാന പ്രസിഡന്റായിരുന്ന KM അഭിജിത്തും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് കേസ് CBIക്ക് കൈമാറിയത്. തിരോധാനത്തിന് പിന്നാലെ അന്തർ സംസ്ഥാന രാജ്യാന്തര ബന്ധമടക്കം പരിശോധിച്ചു. CBIക്കും ജസ്നയെക്കുറിച്ച് ഒന്നും കണ്ടെത്താനായില്ല. ജസ്നയെ കണ്ടെത്താനായില്ലെന്നും എന്ത് സംഭവിച്ചു എന്നതിന് തെളിവില്ലെന്നും CBI കോടതിയിൽ റിപ്പോർട്ട് നൽകി. ജസ്ന സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും പരിശോധന നടന്നു. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായവും തേടി. എന്നാൽ എവിടെ നിന്നും നിർണായക വിവരങ്ങൾ ലഭിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ തുടർ അന്വേഷണം നടത്താമെന്നും കോടതിയെ CBI അറിയിച്ചു. ജസ്നയെ കാണാനില്ലെന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ 48 മണിക്കൂറിൽ ലോക്കൽ പോലീസ് വലിയ അലംഭാവം കാട്ടിയെന്നും CBI റിപ്പോർട്ടിൽ പറയുന്നു. ആ സമയത്ത് ആവശ്യമായിരുന്ന തെളിവുകൾ ശേഖരിച്ചില്ല. അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്ന് പ്രചരിപ്പിച്ചു. അത് തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നുവെന്നാണ് CBI ഒടുവിൽ അടിവരയിട്ട് കണ്ടെത്തിയത്. ഇപ്പോൾ വീണ്ടും ജസ്ന വാർത്തകളിൽ നിറയുകയാണ്. ജസ്ന മുണ്ടക്കയം വിട്ടുപോയതായി കരുതുന്നില്ലെന്ന് പിതാവ് ജെയിംസ് പറയുന്നു. ജസ്ന ജീവിച്ചിരിപ്പില്ല. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയെങ്കിലും ബന്ധപ്പെട്ടേനെ. വർഗീയ മുതലെടുപ്പിന് ശ്രമമുണ്ടായെന്നും ലവ് ജിഹാദ് ഉണ്ടായിട്ടില്ലെന്നും അന്വേഷണത്തിൽ ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്നും പിതാവ് പറയുന്നു. ജീവനോടെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ജസ്ന ബന്ധപ്പെടുമായിരുന്നു. അജ്ഞാത സുഹൃത്തുമായുള്ള ബന്ധമാണ് അതിന് കാരണമായി പറയുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ജസ്ന വീട്ടുകാരെ അറിയിക്കാതെ രഹസ്യമായി ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോകാറുണ്ടായിരുന്നു. അവിടെ വച്ചാണ് സുഹൃത്തിനെ പരിചയപ്പെട്ടത്. ജസ്നയെ കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ്. അതിനാൽ ജസ്ന പോയത് ഈ സുഹൃത്തിനൊപ്പമാകാമെന്നും പിതാവ് പറയുന്നു. ഏതായാലും അടുത്തയാഴ്ച കേസ് വീണ്ടും കോടതി പരിഗണിക്കും. അപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് ജെയിംസ് പറയുന്നത്.